ഞാനിപ്പോൾ ഇരിക്കുന്നത് വെഞ്ഞാറമൂട് അൽ ഹിബ ഹോസ്പിറ്റലിലെ ഒപ്റ്റിക്കൽ റൂം. അപ്പോൾ ഞാനിവിടെ ഒരു തിമിര ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റി പറയുകയാണെങ്കിൽ അവർ വളരെ നല്ല പെരുമാറ്റവും നമുക്ക് നമ്മുടെ അസുഖം പകുതിയിലോട്ട് വരുന്ന തരത്തിലുള്ള രീതിയിലുള്ള സംസാരവും പെരുമാറ്റങ്ങളൊക്കെ എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകിച്ച് ഡോക്ടറും എല്ലാവരും. അതൊരു ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടർ ഗൗൽ അദ്ദേഹമാണെങ്കിൽ നമുക്കൊരു സാധാരണ പോലെ നമ്മുടെ ചികിത്സയ്ക്ക് ഉപരി നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്ന് ചോദിക്കാനും അതിന് നല്ല രീതിയിലുള്ളൊരു മറുപടി തരാനും അദ്ദേഹം സന്നദ്ധനാണ്. നമുക്കെപ്പോഴും കാണാം, നല്ല രീതിയിലുള്ള ഡോക്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സർജറിക്ക് വേണ്ടിയിട്ട് നെടുമങ്ങാട് പോയപ്പോൾ അവിടെയും ഇതേ രീതിയിലാണ്. ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനും അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അറിയാതെ കൊടുത്തിട്ടുണ്ട്. 80 വയസ്സുള്ളവനെയും പേര് വിളിക്കും, 10 വയസ്സുള്ളവനെയും പേര് വിളിക്കും. അപ്പോൾ ചിലർ നമ്മൾ ഈ പേര് വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാര്യം ഇപ്പോൾ അത് മാറി അച്ഛാന്നും അങ്ങനെയൊക്കെ വിളിക്കുന്നത് നല്ലൊരു സിസ്റ്റമാണ്. അത് നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരു മലപ്പുറത്തുകാരൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് എൻ്റെ ഈ കണ്ണിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഞാനൊരു പുതിയ ഭാഷ ഇവിടെ പഠിച്ചു. നമ്മളിവിടെയൊക്കെ കേട്ടോ കേട്ടില്ല, ഇതൊക്കെ ഇതിട്ടോ ഒരു ഒറ്റ വെടിയാണ്. നല്ല കുട്ടിയാണ്, നല്ല സ്മാർട്ടാണ്. അതുപോലെ നമ്മളെ ഫാർമസി ഇരിക്കുന്നു, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചോദിച്ചിട്ടില്ല. അത് നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ് മരുന്ന് തരണം. മരുന്ന് ഒഴിച്ചില്ലെങ്കിൽ കണ്ണങ്ങനെയാവും, കണ്ണിങ്ങനെയാവും. എങ്കിപ്പോൾ അതിനൊരു ഒരു 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 സൗന്ദര്യമുണ്ട് പറയുന്നത് കേൾക്കാനായിട്ട്. നമ്മൾ ഒഴിക്കാനും വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒപ്റ്റിക്കൽസ് റൂമിലുള്ള ആൾക്കാർ അവരെല്ലാവരും ഞാനിവിടെ വന്ന സമയം മുതൽ, ഞാനിവിടെ അടുത്താണ് താമസം, വെറുതെ പോയില്ലേ പോകുമ്പോഴൊന്ന് കയറിയിട്ട് പോകും. അവരെല്ലാവരും നല്ല പെരുമാറ്റം, എല്ലാ വിധത്തിലും നമുക്ക് ഒരു സംരക്ഷണം നമ്മുടെ കണ്ണിന് തീർത്തു തരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.